മണിപ്പൂർ വീണ്ടും പ്രശ്നബാധിത മേഖലയാകുകയാണ്. മണിപ്പൂരിൽ സുരക്ഷാ സേനയുടെ വെടിവയ്പിൽ കുക്കി വനിത കൊല്ലപ്പെട്ടു. ചുരാചന്ദ്പൂർ ജില്ലയിലെ ചിങ്ഫൈ ഗ്രാമത്തിൽ നടന്ന വെടിവയ്പിലാണ് കുക്കി വനിത കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാതി, അവിടെ മണിപ്പൂർ അശാന്തമായി തന്നെ തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുക്കി മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒരാഴ്ച മുമ്പും അവിടെ രൂപപ്പെട്ടിരുന്നു. വലിയ തരത്തിൽ ആരംഭായ് തെങ്കോൽ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വെടിവയ്പ് ഉണ്ടായത് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. വീണ്ടും സംഘർഷം കനക്കുകയാണോ മണിപ്പൂരിൽ? സ്വാതി, എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, തീർച്ചയായും ഇപ്പോഴും മണിപ്പൂരിൽ സംഘർഷത്തിന് അയവില്ലാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ ബിഷ്ണുപൂർ ജില്ലയിൽ ഒരു കർഷകൻ വെടിയേറ്റ് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കുക്കി വിഭാഗമാണ് ഇവർക്ക് നേരെ വെടിവെച്ചത് എന്നുള്ള ആരോപണമാണ് ഈ മെയ്തി വിഭാഗത്തിൽപ്പെട്ട കർഷകൻ, അതായത് പരിക്കേറ്റ കർഷകൻ പറഞ്ഞത്. എന്നാൽ അതിന് പിന്നാലെ തന്നെ കുക്കി വിഭാഗങ്ങളും അതോടൊപ്പം മെയ്തി വിഭാഗങ്ങളുമായി വലിയ സംഘർഷം ഈ ജില്ലകളിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അക്രമികൾ അല്ലെങ്കിൽ അക്രമം നടത്തിയത് ഈ കുക്കി വിഭാഗമാണ് എന്ന ആരോപണത്തെ തുടർന്ന് ഈ വിഭാഗങ്ങൾക്ക് നേരെ തന്നെ സുരക്ഷാ സേന വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ വിവിധ ഇടങ്ങളിൽ ഏറ്റുമുട്ടൽ തുടരുകയുമായിരുന്നു. ഈ ഏറ്റുമുട്ടലിലാണ് ഒരു കുക്കി വനിത കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ലഭ്യമാകുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കുക്കി വിഭാഗം ആരോപിക്കുന്നത് ഇവർക്ക് നേരെ നേരത്തെ തന്നെ മുൻകൂട്ടി ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി കുക്കി വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന സുരക്ഷാ സേന നടത്തുന്ന ആക്രമണമാണ് എന്നുള്ള ഒരു സംശയവും അതോടൊപ്പം ആരോപണവുമാണ് കുക്കി വിഭാഗം ഉയർത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കർഷകന് പരിക്കേറ്റതിന് പിന്നാലെ തന്നെ നിലവിൽ ജില്ലകളിൽ വലിയ തരത്തിലുള്ള സംഘർഷം നടക്കുന്നുണ്ട്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതിനെ ഒന്നും തടയുവാനോ അല്ലെങ്കിൽ ഇതിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര സേനയടക്കം വിന്യസിച്ചുകൊണ്ട് കൂടുതൽ സൈന്യത്തെ ഈ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സംഘർഷം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ ജില്ലയിൽ ബന്ദ് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇരു വിഭാഗങ്ങളും ഇപ്പോൾ സംഘർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വനിതയുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ട വനിത കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാനാണ് കുക്കി വിഭാഗങ്ങളുടെയും തീരുമാനം. ഏകപക്ഷീയമായി കുക്കികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് എന്നുള്ള ആരോപണമാണ് ഇതിനോടകം തന്നെ ശക്തമാകുന്നത്. എന്തായാലും മണിപ്പൂരിലെ വിവിധ ജില്ലകളിൽ ബന്ദ് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘർഷഭരിതമായി തന്നെയാണ് സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. സിജു, സ്വാതി, ചുരാചന്ദ്പൂർ ജില്ലയിലാണല്ലോ ഇപ്പോൾ ഈ വെടിവയ്പ് ഉണ്ടായത്. നേരത്തെയും മണിപ്പൂരിൽ തുടക്കം മുതൽ സംഘർഷം ഉണ്ടാകുമ്പോഴൊക്കെ പ്രശ്നബാധിത സ്ഥലം തന്നെയായിരുന്നു ചുരാചന്ദ്പൂർ. അവിടെ എന്താണ് പ്രത്യേക ഈ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഏറ്റവും കൂടുതൽ രൂക്ഷമായൊരു സ്ഥലമാണോ, ഒരു ജില്ലയാണോ ചുരാചന്ദ്പൂർ? അതായത് ഈ ബിഷ്ണുപൂർ ജില്ലയിലാണ് ഈ കർഷകന് പരിക്കേറ്റത്. അതായത് മെയ്തി വിഭാഗത്തിലുള്ള കർഷകന് പരിക്കേറ്റത് ഈ ബിഷ്ണുപൂർ ജില്ലയാണ്. അതിനോട് അതിർത്തി പങ്കിടുന്ന ജില്ല തന്നെയാണ് ചുരാചന്ദ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം നിരന്തരമായി ഈ ജില്ലകളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും കേന്ദ്ര സേനയും സംസ്ഥാന സേനയും അടക്കം വിന്യസിച്ചുകൊണ്ട് കുക്കി വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം തൊടുത്തുവിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. മെയ്തി വിഭാഗങ്ങളുടെ ആരോപണത്തിന് പിന്നാലെ ഈ ആക്രമണം അഴിച്ചുവിട്ടത് അല്ലെങ്കിൽ കർഷകന് നേരെ വെടിയുതിർത്തത് കുക്കികളാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ജില്ലയിൽ തുടരുകയാണ്. ഇതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഈ കർഷകന് പരിക്കേറ്റതിന് പിന്നാലെ കുക്കി വിഭാഗങ്ങൾ നടത്തിയ ആക്രമണമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ബന്ദ് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരു വിഭാഗങ്ങളും ജില്ലകളിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നത്. ഈ ഏറ്റുമുട്ടൽ വിവിധ ഇടങ്ങളിൽ തുടരുന്ന സാഹചര്യം വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ്. ഒരു കുക്കി വനിത സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.